സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ. ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. ഉപകാരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ സ്നേഹം ഈ അൽത്താരയിൽ പൂർണ്ണത പ്രാപിച്ച് നിൽക്കുന്ന നിമിഷമാണ്. സ്വർഗത്തിൻ്റെ കാരുണ്യം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തപ്പെടുന്ന നിമിഷങ്ങളാണ്. വിശ്വാസത്തോടും തീഷ്ണതയോടും അതിലേറെ ദാഹത്തോടും ആഗ്രഹത്തോടും കൂടെ നമുക്ക് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നോ മുട്ടുകുത്തിയോ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷം പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 65 അധ്യായം 9 മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തു പാലിക്കുന്നു, നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സങ്കീർത്തകൻ പറയുകയാണ്, അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തു പാലിക്കുന്നു, നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഈ വചന ഹൃദയത്തിലൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. അവിടുന്ന് നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നു. നമ്മുടെ ജീവൻ്റെ മേൽ ദൈവിക സംരക്ഷണമുണ്ട്. കാരണം ഈശോ സ്വന്തം ജീവൻ ബലിയായി നൽകിയ ജീവനാണ്. അത് നിത്യജീവൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് അവിടുന്ന് തന്നെ നമ്മുടെ ജീവനെയും പരിപാലിക്കുന്നുവെന്ന സങ്കീർത്തകൻ പറയുന്നത്. എന്ന് പറയാണ്, നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നമ്മൾ വീണുപോകാൻ ഇടറിപ്പോകാൻ ഒക്കെ സമ്മതിക്കാത്ത തരത്തിൽ ദൈവം നമ്മുടെ കൂടെ നടക്കുന്നുണ്ടെന്ന്, അവൻ നമ്മുടെ കരം പിടിച്ചിട്ടുണ്ടെന്ന്. അല്ലെ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാലെവിടെയെങ്കിലും തട്ടിയാൽ വീണു പോകാതിരിക്കണമെങ്കിൽ ആരുടെയെങ്കിലും കരം നമ്മളെ ചേർത്ത് പിടിക്കണം. ഒരപ്പൻ്റെ കരം ചേർത്ത് യാത്ര ചെയ്യുന്നൊരു കുഞ്ഞ് എത്ര കല്ലിൽ തട്ടിയാലും എത്ര കാലിടറുന്ന അനുഭവം ഉണ്ടായാലും വീണു പോകാതെ അപ്പൻ കാത്തുകൊള്ളും, താഴെ വീഴാതെ അപ്പൻ കാത്തുകൊള്ളും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തമ്പുരാൻ്റെ കരുണ നമ്മെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരുപക്ഷെ കാല് തട്ടുമായിരിക്കും, ഇടറുന്ന അനുഭവങ്ങളുണ്ടാകും. എങ്കിലും ജീവിതത്തിൽ വീണു പോകാതെ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളെ കൈപിടിച്ചുയർത്തും. സങ്കടങ്ങളും വേദനകളും പരാജയങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകുമ്പോഴും ഈ അനുഭവങ്ങളുടെ നടുവിലൊന്നും വീണുപോകാതെ നമ്മുടെ ദൈവം നമ്മുടെ കൈപിടിച്ച് നടത്തും. അവിടെ വിശ്വസിക്കാം, ഈ വചന ഹൃദയത്തിൽ ഏറ്റെടുക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം നിൻ്റെ കരമാണല്ലോ ഞങ്ങളെ വീഴാതെ കാത്തു സൂക്ഷിച്ചത്. മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ നിൻ്റെ കരം പിടിച്ച് നടക്കാൻ, അങ്ങനെ വീണുപോകാൻ സാധ്യതയുള്ള ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും മനസ്സ് തളർന്നും തകർന്നും ഒക്കെ പോകാൻ സാധ്യതയുള്ള അനുഭവങ്ങളിൽ നിരാശപ്പെടാനും ആകുലപ്പെടാനും ഭയപ്പെടാനും അസ്വസ്ഥരാകാനൊക്കെ സാധ്യതയുള്ള ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ദൈവമേ, നിൻ്റെ കരം പിടിച്ച് യാത്ര ചെയ്യാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷേ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾ അസ്വസ്ഥരായിരിക്കുന്നവരുണ്ടാകാം, അല്ലാതെ സങ്കടങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഒക്കെ നടുവിലായിരിക്കുന്നവരുണ്ടാകാം. ഭാവിയെക്കുറിച്ച് അല്ലാതെ ആശങ്കപ്പെടുന്നവർ, ഭാവി ജീവിതത്തിൻ്റെ പല മേഖലകളിൽ തടസ്സങ്ങളുള്ളവർ, മുന്നോട്ട് പോകാൻ പറ്റാതെ വേദനിക്കുന്നവർ, സാമ്പത്തികമായി തകർന്നു കിടക്കുന്നവർ, രോഗം മൂലം ചികിത്സിക്കാൻ പോലും ഒരുപക്ഷെ കാശില്ലാതെ വേദനിക്കുന്നവരൊക്കെ ഉണ്ടാകാം. മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ടാകാം. കുടുംബത്തിൻ്റെ ചില പ്രത്യേക അവസ്ഥകൾ, സമാധാനമില്ലാത്ത സ്വസ്ഥതയില്ലാത്ത കുടുംബത്തിൻ്റെ അവസ്ഥകൾ ഓർത്ത് വല്ലാതെ ഭാരപ്പെടുന്നവരുണ്ടാകാം. നിങ്ങളുടെ അവസ്ഥകൾ എന്തുവാകട്ടെ, ഈ അവസ്ഥകളിലൊന്നും വീണുപോകാതിരിക്കാൻ തമ്പുരാനെ നിൻ്റെ കരം പിടിച്ച് സങ്കീർത്തകൻ യാത്ര ചെയ്തതുപോലെ യാത്ര ചെയ്യാനുള്ളൊരു ബലം തരണമെന്ന് പ്രാർത്ഥിക്കാം.
എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുകയാണ്, ദൈവമേ അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു, ഞങ്ങളെ വെള്ളിയെന്ന പോലെ അങ്ങ് പരിശോധിച്ചു. അവിടുന്ന് ഞങ്ങളെ വലയിൽ കുടുക്കി, ഞങ്ങളുടെ മേൽ വലിയ ഭാരം ചുമത്തി. ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടി മെതിക്കാൻ അങ്ങിടയാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ ചില ദുരനുഭവങ്ങളിലൂടെ നടന്നു പോകാനും ദൈവം ചിലപ്പോൾ അനുവദിക്കും. പക്ഷേ അവസാനം വിശാലമായ ഭൂമിയിൽ അവിടെ നിന്ന് കൊണ്ടുവന്നു എന്ന്, അതായത് ഒരു ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക്, സങ്കടങ്ങളുടെയും വേദനകളുടെയും ഞെരുക്കങ്ങളുടെയും അനുഭവങ്ങളിലൂടെ ഏതാനും കാലം ദൈവം നടത്തിയിട്ട് ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് അവൻ നമ്മളെ കൈപിടിച്ചുയർത്തിയെന്ന്. ഈശോയെ, ഈ അനുഭവത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തണമെന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ ഈശോയെ ആനന്ദത്തിലേക്ക് കൈപിടിച്ചുയർത്തണമേ. ഇപ്പോൾ നിരാശയിലായിരിക്കുന്ന മക്കളെ പ്രത്യാശയുടെ കരം നീട്ടി കൈപിടിച്ചുയർത്തണമേ. ഇപ്പോൾ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോകുന്ന മക്കളെ ജീവൻ നൽകുന്ന പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് ഈശോയെ കൈപിടിച്ചുയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും കർത്താവിലേക്ക് നീട്ടിപ്പിടിക്കാം. നിങ്ങളുടെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗം കരുണ കാണിക്കേണ്ട അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ. ആ അനുഭവങ്ങളുടെ മേൽ കർത്താവെ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ആ നൊമ്പരങ്ങളുടെ മേൽ സ്വർഗത്തിൻ്റെ കരുണയാചിച്ച് പ്രാർത്ഥിക്കുക. ആരെയെല്ലാം മനസ്സിൽ കർത്താവ് ഇപ്പോൾ തരുന്നുണ്ടോ, ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം പ്രചോദനം തരുന്നുണ്ടോ, അവരെയൊക്കെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തി, തമ്പുരാനെ ആ മക്കളുടെ മേലും നിൻ്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തി ഏതാനും നിമിഷം കർത്താവിനൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കരുണ വർഷിക്കണമേ. ഈശോയെ, നിന്റെ സ്നേഹം ചൊരിയണമേ. ഈശോയെ, ലോകമെമ്പാടും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങളുണ്ട്. ദൈവമേ, വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ, വലിയ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവമേ നിന്നെ വിളിക്കുന്ന മക്കളുണ്ട്. നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, കരുണ കാണിക്കണമേ. ഈശോയെ, കരുണ കാണിക്കണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടണമേ. തകർന്നുപോയ മക്കളെ കൈപിടിച്ചുയർത്തണമേ. ജീവിതത്തിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന മക്കളെ ഈശോയെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, 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 ഈ അൾത്താരയിൽ നിന്നും ഈ മക്കളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലേക്കും നീ ഇറങ്ങി നടക്കണമേ. യേശുവേ, ഈ അൾത്താരയിൽ നിന്നും ഈ മക്കളുടെ രോഗാവസ്ഥകളിലേക്ക് നീ ഇറങ്ങി നടക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന. എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, കരങ്ങളടിച്ചു എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, എൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ ജീവിതത്തെ, കുടുംബത്തെ ഒക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. കർത്താവേ, ഇതാ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയൊക്കെ ചേർത്ത് വെച്ച് നിന്നെ സ്തുതിക്കുന്നു. പ്രാർത്ഥന യാചിച്ചിട്ടുള്ള എല്ലാ മക്കളെയും ചേർത്ത് വയ്ക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥന യാചിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവിടെ നിയോഗങ്ങളോട് ചേർത്ത് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറന്ന് ഇവരെ അനുഗ്രഹിക്കണമേ. ഈ അൽത്താരയിൽ നിന്നും നിന്റെ സാന്നിധ്യം ഇപ്പോൾ ഈ മക്കളിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ കരുണ നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കർത്താവ് വർഷിക്കുന്ന നിമിഷങ്ങളാണ്. ഈ നിമിഷം നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാവരെയും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മേൽ മാത്രമല്ല, ലോകം മുഴുവൻ്റെ മേലും കർത്താവിൻ്റെ കാരുണ്യം വെളിപ്പെടാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമ്മുടെ എല്ലാ സ്വകാര്യ വേദനകളും സങ്കടങ്ങളും തമ്പുരാനസന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ്. ഈ ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ്. ഈശോ തന്നെ നമ്മെ ആശീർവദിക്കുന്ന നിമിഷങ്ങൾ. നമ്മുടെ എല്ലാ ഹൃദയ വിചാരങ്ങളെയും ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭാവി ജീവിതത്തെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വപ്നങ്ങളെ തമ്പുരാനെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.